അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം നവവി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അലങ്കാരങ്ങളെ നഖശികാന്തം എതിർത്തിരുന്നു എന്നും പറഞ്ഞ് ഒരാൾ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അയാൾ അതിലൂടെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. മീലാദുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ തോന്നിയാസങ്ങൾ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് ഈ അലങ്കാരങ്ങൾ അടുത്ത് നോക്കി, തസ്യീനുൽ മസാജിദി വത്തുറുഖ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കണ്ട, പള്ളികളും വഴികളും അലങ്കരിക്കുക. ഇമാം നവവി പറയുന്നു, മൗലിദിന് എതിരായി ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അലങ്കാരത്തെക്കുറിച്ചോ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ചോ ഇമാം നവവി റളിയല്ലാഹു അൻഹു എവിടെയും എതിർത്ത് പറഞ്ഞതായി തെളിയിക്കാൻ ആർക്കും സാധിക്കുകയില്ല. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന ഉസ്താദ്മാരിൽപ്പെട്ട അബൂ ശാമ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അനാചാരങ്ങളെ കണ്ടാൽ അതിന് ശക്തമായി എതിർത്തിരുന്ന മഹാപണ്ഡിതനായിരുന്നു അബൂ ശാമ റളിയല്ലാഹു അൻഹു. അതിനുവേണ്ടി മാത്രം അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അൽ ബായിസു അല ഇൻകാരിൽ ബിദഇ വൽ ഹവാദിസ് എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. മഹാനവറുകൾ ആ ഗ്രന്ഥത്തിൽ പറയുന്നു, ومن أحسن ما ابتدأ في زماننا من هذه القبيل ما كان يفعل بمدينة هربلة جبرها الله تعالى كل عام في اليوم الموافق ليوم مولد النبي صلى الله عليه وسلم. ഹെറബൽ പട്ടണത്തിൽ ആചരിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യം വളരെ നല്ലതായി അഭിപ്രായപ്പെടുകയാണ്. എപ്പോഴാണ് ആ കാര്യം നടക്കാറ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്താണ് അവിടെ നടക്കുന്ന നല്ല കാര്യങ്ങൾ? മിനസ് സദഖാത്തി വൽ മഅറൂഫി വ ഇൽഹാരി സീനത്തി വസ്സുറൂർ. ഒരുപാട് സദഖകൾ ചെയ്യാറുണ്ട്, നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ട്, പല വിധത്തിലുള്ള ഭംഗികൾ കൂട്ടാറുണ്ട്, പല നിലക്കുള്ള സന്തോഷങ്ങളും അറിയിക്കാറുണ്ട്. ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായ വിശ്വാസവും നബിയോടുള്ള ഇഷ്കും ഉണ്ടെന്നതിൻ്റെ തെളിവാണെന്ന് മഹാനവറുകൾ അൽ ബായിസു അല ഇൻകാരിൽ ബിദഇ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദന്മാരിൽപ്പെട്ട അബൂ ശാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ്. പിന്നെ ഈ വ്യക്തി അദ്ദേഹം പറയുന്ന ഇബാറത്ത് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മീലാദുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്കും മീലാദുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അലങ്കാരങ്ങൾക്കും എതിരാണ് ആ പറഞ്ഞത് എന്ന് വരുത്തി തീർക്കുന്നുണ്ട്. പിന്നീട് ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ കാലത്ത് മീലാദ് ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന്. ആദ്യം പറയുന്നത് മീലാദിനെ എതിർത്ത് സംസാരിച്ചു എന്നാണ്. പിന്നീട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് മീലാദ് ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ്. വളരെ മുങ്കറായ നഖശിഖാന്തം എതിർക്കപ്പെടേണ്ട ബിദ്അത്ത് അനാചാരമാണ്. എന്ത് പല നാടുകളിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മിൻ ഈഖാദിൽ ഖനാദീലിൽ കസീറത്തിൽ അലീമത്തി സിർഫി, ഒരുപാട് ദീപാലങ്കാരങ്ങൾ കൊണ്ട് പള്ളികളെ എന്ത് ചെയ്യുക, നിറയ്ക്കുക. ഫി ലയാലി മഅറൂഫ, ചില പ്രത്യേക രാത്രികളിൽ, മിനസ്സനത്തി, വർഷത്തിൽ ചില പ്രത്യേക രാത്രികളിൽ. അന്ന് മീലാദ് ആഘോഷത്തിന് നവവി ഇമാമിന്റെ കാലഘട്ടത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി ഇല്ലാത്തതുകൊണ്ട് അത് പറഞ്ഞിട്ടില്ല. ആദ്യം പറയുന്നത് മീലാദിനെ എതിർത്ത് സംസാരിച്ചു എന്നാണ്. പിന്നീട് പറയുന്നത് അദ്ദേഹത്തിന്റെ കാലത്ത് മീലാദ് ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ്. ഇത് രണ്ടും കളവാണ്.
മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതായത് ആ കാര്യം മഹാനവറുകൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ പശ്ചാത്തലം, മിനയിൽ താമസിക്കേണ്ട രാത്രി അറഫയിൽ പോയി വിളക്ക് കത്തിക്കുന്ന ഒരു സമ്പ്രദായം ഇമാം നവവി റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായിരുന്നു. അതിനുവേണ്ടി ആ വിളക്ക് കത്തിക്കാൻ വേണ്ട എണ്ണയും നെയ്യും തുടങ്ങിയവയെല്ലാം അവരുടെ നാടുകളിൽ നിന്ന് തന്നെ ചുമന്നുകൊണ്ടുപോയി അതൊരു വലിയ ഒരു കാര്യമായി എടുത്ത് ആചരിക്കുന്ന ഒരു സമ്പ്രദായം ആ കാലത്തുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, മിനൽ ബിദഅൽ ഖബീഹത്തി മഅതാദഹുൽ അവാമു ഫി ഹാദിഹിൽ അസ്മാൻ മിൻ യകാദി ശംഇ ബിജബലി അറഫത ലൈലത്ത് താസി ഔ ഗൈരിഹ. എന്നിട്ട് അതിൽ തുടർന്ന് മഹാനവറുകൾ പറയാണ്, വയത്തനൂന ബിഹി വഹാദിഹി വലാലത്തും ഫാഹിഷ. അതായത് ഈ കാലഘട്ടത്തിൽ ചിലർ ചെയ്യുന്ന വിളക്ക് കത്തിക്കൽ പോലത്തെ ചില കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ അതെപ്പോഴാണ് നടക്കുന്നത്? അറഫ ദിനത്തിന്റെ രാത്രിയിലാണ്. മാത്രമല്ല ആ ചെയ്യുന്ന കാര്യങ്ങളെ വലിയൊരു ഗൗരവമായി എടുത്ത് ഒരു ആചാരമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണ് അവർ. അതിനെക്കുറിച്ചാണ് മഹാനവറുകൾ ബിദ്അത്ത് ഖബീഹ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് അദ്ദേഹം അതിനെ എതിർക്കാൻ കാരണമെന്ന് ശേഷം അത് വിവരിച്ചുകൊണ്ട് മഹാനായ നവവി ഇമാം റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. ഈ ചെയ്യുന്നതിലൂടെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പണം ചെലവഴിക്കലും മജൂസികളുടെ ആചാരം ഏറ്റെടുക്കലും മാത്രമല്ല, അറഫയിൽ നിൽക്കൽ ശറഅാക്കിയ ദിവസത്തിന് മുമ്പ് തന്നെ അറഫയിൽ പോയി നിൽക്കലും ഇതിൽ വരുന്നത് കൊണ്ടാണ് ഇത് ബിദ്അത്ത് മുൻകറ, ബിദ്അത്ത് ഖബീഹ എന്ന് അദ്ദേഹം പറയാനുള്ള കാരണമെന്ന് ശറഹ് മുഅദ്ദബ് നോക്കുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നവർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ സന്ദർഭത്തിൽ പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സുകളിൽ നബിയോടുള്ള സ്നേഹത്തിന്റെ അളവ് കുറക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നവർ അറിഞ്ഞുകൊണ്ടായാലും അറിയാതെയാണെങ്കിലും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.